വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 2 ദിനവൃത്താന്തങ്ങൾ 29-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. 2 Chronicles chapter 29 verses 1 onwards. Praise the Lord. 2 ദിനവൃത്താന്തങ്ങൾ 29-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. ഹിസ്കീയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി. 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്നു പേർ. അവൾ സെക്കരിയാവിൻ്റെ മകൾ ആയിരുന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞതെന്തെന്നാൽ, ലേവ്യരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ചു വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവിൻ. മതി. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇവിടെ യെഹസ്കിയാവ് എന്ന യഹൂദയിലെ രാജാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ 25-ാമത്തെ വയസ്സിൽ യെഹസ്കിയാവ് വാഴ്ച തുടങ്ങി. എന്നാൽ യെഹസ്കിയാവിൻ്റെ ആ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ പിതാവായ ആഹാസിനെ കുറിച്ച് 28-ാമത്തെ അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാസ് തൻ്റെ പിതാവായ പ്രൈസ്ലോ ദാവീദിൻ്റെ വഴിയിൽ നടക്കാത്ത ഒരു രാജാവായിരുന്നു. സ്തോത്രം. ആമേൻ. അത് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താൻ ചെയ്തൊരു കാര്യം, യഹോവയുടെ ആലയത്തെ അടച്ചു കളഞ്ഞു. സ്തോത്രം. ആലയത്തിനകത്ത് ദൈവത്തിന് ധൂപം കാട്ടാതെ, ഹോമയാഗം കഴിക്കാതെ ആലയം അടച്ചു കളഞ്ഞ ഒരു രാജാവായിരുന്നു ആഹാസ്. സ്തോത്രം. എന്നാൽ യെഹസ്കിയാവിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യെഹസ്കിയാവ് ചെയ്യുന്നത്, അടഞ്ഞു കിടന്ന ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. സ്തോത്രം. താൻ ലേവി പൗരോഹിത്യമുള്ളവരോട് പറയുന്നു, നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. എന്നിട്ട് ആലയത്തിനകത്തു നിന്ന് മലിനതയെ നീക്കിക്കളയണം. സ്തോത്രം. നമുക്കറിയാം, ഇന്ന് നമ്മളായിരിക്കുന്ന കാലഘട്ടം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ, ലവോദിക്കിയ സഭയുടെ കാലഘട്ടമാണ്. അതായത് കർത്താവ് ആമേൻ ഹല്ലേലൂയ സഭയുടെ പുറത്തു നിന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? മുട്ടുകയാണ്. ആരെങ്കിലും വാതിൽ തുറന്നു കഴിഞ്ഞാൽ അവരോടുകൂടെ പന്തിഭോജനം കഴിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആമേൻ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. നിന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, യഹൂദയിൽ നടന്ന ശക്തമായ ഒരു ഉണർവിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ആ ഉണർവിന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടത് യെഹസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവാണ്. സ്തോത്രം. അദ്ദേഹം ചെയ്ത 1-ാമത്തെ കാര്യം എന്താണ്? ആലയത്തിൻ്റെ വാതിലുകൾ എന്ത് ചെയ്യുകയാണ്? തുറക്കുകയാണ് ചെയ്തത്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവജനത്തിനൊരു ഉണർവ് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് ഒരു ഉണർവ് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഉണർവ് ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നാം തുറന്നു കൊടുക്കുന്ന നിമിഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ദൈവ ശബ്ദത്തിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി നാം തുറന്നു കൊടുക്കുന്ന നിമിഷത്തിലാണ് നമ്മളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്, നമ്മളിൽ ഒരു ആത്മീയ ഉണർവ് ആരംഭിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നും കൂടെ ആഴമായി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ആമേ പ്രൈസ് ദി ലോർഡ്, ഹൃദയത്തിൻ്റെ കവാടങ്ങൾ ദൈവസന്നിധി തുറന്നു കൊടുത്തുകൊണ്ട്, ദൈവമേ എന്നോട് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് ആമേ പ്രാർത്ഥനയോടെ ആര്
ദൈവസന്നിധി സമർപ്പിക്കുന്നുവോ അവരുടെ ജീവിതത്തിലൂടെയാണ് ഇന്ന് പകൽക്കാലം ദൈവ പ്രവൃത്തി ചെയ്തെടുക്കുക എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം തുറന്നു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആമേ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയം പ്രാർത്ഥനയിലേക്ക് തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം വചന ധ്യാനത്തിലേക്ക് തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ആരാധനയിലേക്ക് തുറന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത്രയും സമയം ഇവിടെ ഇരുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നു കൊടുത്തോ? ഹല്ലേലൂയ. വചന ധ്യാനത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നു കൊടുത്തോ? ഹല്ലേലൂയ. ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നു കൊടുത്തോ? അതോ എൻ്റെ ഹൃദയത്തിനകത്ത് പല ചിന്തകളിലും വിചാരങ്ങളിലും ആമേ ഞാൻ ആ ഹൃദയം ദൈവസന്നിധിയിൽ അടച്ചാണോ ഇവിടെ ഇരിക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു നമ്മുടെ ഹൃദയം മനസ്സോടെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ. ദൈവമേ ആമേ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും വചനം ധ്യാനിക്കുവാനും ആമേ ദൈവ ശബ്ദം കേൾക്കുവാനും വചനത്തോടൊന്ന് പ്രതികരിക്കുവാനും ഒക്കെ എൻ്റെ ജീവിതത്തെ ഇന്ന് പകൽക്കാലം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ദൈവം ചെയ്തെടുക്കുക ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേ ഉണർവിന്റെ ആരംഭം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയ കവാടങ്ങൾ ദൈവത്തിലേക്ക് തുറന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനധ്യാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരാധന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. വചനധ്യാനത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ആമേ പ്രൈസ് ദി ലോർഡ്. ആരാധനയിലേക്ക് മടങ്ങി വരണം. ദൈവമക്കളെ ആമേൻ ഉണർവ് നമുക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഉണർവ് ആമേ ബാഹ്യമായ ശബ്ദങ്ങൾക്കോ ഒന്നിനും ആമേൻ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഉണർവ് ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിങ്കൽ എൻ്റെ ഹൃദയം ഏകാഗ്രമാകുമ്പോൾ ഹല്ലേലൂയ ആമേ പ്രൈസ് ദി ലോർഡ് എൻ്റെ ദൈവത്തോട് ആമേൻ അങ്ങ് ആമേ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ അപ്പാ പിതാവേ എൻ്റെ കഴിവോ ശക്തിയോ ഒന്നും കൊണ്ട് ഒന്നും സാധ്യമല്ല. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആശ്രയം ദൈവത്തിങ്കിലേക്ക് അർപ്പിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആമേൻ ദൈവത്തിന് മഹത്വവും ആരാധന അർപ്പിക്കുക. ദൈവമക്കളെ നമുക്ക് ഇടവരുന്നുവെങ്കിൽ നമ്മളിൽ ഒരു ആത്മീയ ഉണർവ് ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ഉണർവ് ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് ഹല്ലേലൂയ പ്രാർത്ഥനയോടെ വചന ധ്യാനത്തോടെ ആരാധനയോടെ നമ്മൾ അടുത്തു വരുമ്പോ നമ്മുടെ മധ്യത്തിങ്കൽ വെളിപ്പെടുവാൻ ഇടവരുമെന്ന് പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് വചനത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ലേവ്യരെ വിളിച്ചിട്ട് പറയുകയാ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. എന്നിട്ട് ആലയത്തിനകത്തെ മലിനത എന്ത് ചെയ്യണം? നീക്കിക്കളയുവാനിടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലേവ്യർ എന്ത് ചെയ്യുകയാണ്? തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. എന്നിട്ട് ആലയത്തിനകത്തെ മലിനതകളെ നീക്കാൻ തുടങ്ങി. 8 ദിവസം കൊണ്ട് ആ മലിനതകളെ എല്ലാം എവിടെ കൊണ്ട് ഇട്ടെന്നറിയാമോ? കിദ്രോൻ തോട്ടിൽ കൊണ്ട് ഇട്ട് ഹല്ലേലൂയ ആലയത്തിനകത്തെ മലിനതയെല്ലാം മാറ്റുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തെ തുറന്നു കൊടുത്താൽ മാത്രം പോരാ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നു, ഞാൻ വചനധ്യാനത്തിലേക്ക് മടങ്ങി വരുന്നു, ആരാധനയിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഹല്ലേലൂയ. എന്നിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനയും ആരാധനയും ദൈവം ശ്രവിക്കണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ ഹല്ലേലൂയ അടുത്തതായിട്ട് സംഭവിക്കേണ്ടത് എന്നെ തന്നെ ഞാൻ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. ഈ ആലയത്തെ ഞാൻ മലിനതകളെ നീക്കി ശുദ്ധീകരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:14 തൊട്ടൊന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 6:14 തൊട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണർ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണർ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. അപ്പൊ നീതി അനീതി ഒരുമിച്ച് പോകത്തില്ല. വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. വെളിച്ചം വന്ന ഇരുള് മാറും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ക്രിസ്തുവിനും
ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം? ക്രിസ്തുവിനും ബലിയാലും ലോലെസ് പേഴ്സൺ, ഹല്ലേലൂയ, വർത്ത്ലെസ് പേഴ്സൺ, ഹല്ലേലൂയ, ആമേൻ, നിയമത്തിൽ ചലിക്കാത്തവനും ആമേൻ ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? അടുത്തത്, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, നമ്മളിൽ ഒരു ഉണർവ് ദൈവം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഹൃദയങ്ങളെ ദൈവസന്നിധി തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. ഹൃദയത്തെ തുറന്നു കൊടുക്കുക മാത്രമല്ല വേണ്ടത്, നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ആരാധന വെളിപ്പെടുന്ന തടസ്സമായി, ആമേൻ, ആത്മീയ ഉണർവ് സംഭവിക്കുന്ന തടസ്സമായി, ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഉത്സാഹമുള്ളവനായി എഴുന്നേൽക്കുന്ന തടസ്സമായി, എൻ്റെ ആലയത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്തുള്ള മലിനതകൾ എന്താണ്? എൻ്റെ കുറവുകൾ എന്താണ്? എൻ്റെ തെറ്റുകൾ എന്താണ്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല സമർപ്പണ ജീവിതത്തിലൂടെ പ്രൈസ് ദി ലോർഡ് ആലയത്തിനകത്തൊന്ന് ചുറ്റി നടന്ന്, ഹല്ലേലൂയ, അവർ 8 ദിവസം എടുത്തു. ഹല്ലേലൂയ. സമയിച്ചിട്ട് പോയാലും കുഴപ്പമില്ല, ചില ദിവസങ്ങൾ എടുത്താലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട്, ഹല്ലേലൂയ, ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിക്കണം. ഹല്ലേലൂയ. ഇന്നലകളില് പ്രൈസ് ദി ലോർഡ് ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ദൈവപ്രവൃത്തിയില്ലാതെ, ദൈവശബ്ദമില്ലാതെ ഈ ആലയം അടഞ്ഞു കിടക്കുന്നതിന് കാരണം പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൽ നിന്നുള്ള ഞങ്ങളുടെ നോട്ടം മാറി മറ്റു പലതിലേക്ക് ഞങ്ങളുടെ ജീവിതം പോയത് കൊണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ആലയത്തിനകത്തു നിന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ കർത്താവിന് ആരാധന അർപ്പിക്കുക. തടസ്സമായി ഇതിനകത്തളങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാ മലിനതകളെയോ, എല്ലാ തിന്മകളെയോ, എല്ലാ തിന്മയുടെ പ്രവൃത്തികളെയും, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നീക്കിക്കളയുക. പരിശുദ്ധാത്മാവിന്റെ സഹായം ഈ മൺകൂടാരത്തിലേക്കൊന്ന് പകരണമേ എന്ന് ആത്മാർത്ഥമായി ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മളെ ശുദ്ധീകരിക്കുക, നമ്മളെ കഴുകുക, നമ്മളെ, ഹല്ലേലൂയ, വെടിപ്പുള്ളവരാക്കി തീർക്കുവാൻ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ ദൈവസന്നിധി കാഴ്ചവെക്കുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ആലയം തുറക്കാൻ ആഗ്രഹിക്കുക, എന്നാൽ ആലയം അടച്ചു കളഞ്ഞപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് 29 6 തൊട്ടുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായതുള്ള പ്രവർത്തിച്ച് അവനെ ഉപേക്ഷിക്കുകയും. ആരുപേക്ഷിച്ചു? ദൈവത്തെ ഉപേക്ഷിച്ചു. യഹോവയുടെ നിവാസത്തിങ്കൽ നിന്ന് മുഖം തിരിച്ചു. ഹല്ലേലൂയ. എങ്ങോട്ട് നോക്കേണ്ടവരാ? ദൈവത്തിന്റെ ആ മുഖത്തേക്ക് നോക്കേണ്ടവരാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ മുഖത്തു നിന്ന് ആ മുഖം തിരിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, അതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി, വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദയുടെയും യെരൂശലേമിന്റെയും മേൽ വന്നു. നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നത് പോലെ അവൻ അവരെ നടുക്കത്തിനും അമ്പരപ്പിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നടുക്കത്തിന്, അമ്പരപ്പിന്, ഹാസ്യത്തിന് വിഷയമാക്കി തീർത്തു. എന്തുകൊണ്ട്? ദൈവത്തെ മറന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖത്തു നിന്ന് അവർ മുഖം തിരിച്ച് പുറം കാട്ടി. അതായത് ദൈവത്തിൽ നിന്ന് അവരകന്നു പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജനം തിരിച്ചറിയുക, നമ്മൾ ഹാസ്യത്തിന് കാരണമായി തീരുവാൻ, മറ്റുള്ളവരുടെ പരിഹാസത്തിന് കാരണമായി തീരുവാൻ, നമ്മൾ പ്രവാസത്തിലേക്ക് പോകുവാൻ കാരണമായി തീരുവാൻ ഇത് ഇടവരുത്തി എന്ന്, ഹല്ലേലൂയ, യെഹെസ്കേയാവ്, ഹല്ലേലൂയ, ആ ജനത്തോട് വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്.
ആമേൻ, ദൈവമക്കളെ, ഹൃദയത്തിന്റെ കവാടം തുറക്കുക മാത്രമല്ല, ഇതിനകത്തെ മലിനതകൾ നീക്കിക്കളഞ്ഞിട്ട് ആഴമായിട്ട് നമ്മുടെ കുറവിനെ ഓർത്തൊന്ന് അനുദപിക്കുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ജീവിതത്തിന്റെ ആമേൻ ആ ബലഹീന വശങ്ങളെ ഒന്ന് ഓർത്തിട്ട് ഹല്ലേലൂയ, എൻ്റെ ദൈവത്തെ മറക്കുന്നതാണല്ലോ ഇത്, എൻ്റെ ദൈവത്തിൽ നിന്ന് മുഖം തിരിഞ്ഞു പോകുന്നതാണല്ലോ ഇത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. എനിക്ക് അങ്ങനെ ജീവിക്കേണ്ട, മടങ്ങി എൻ്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം, ആ പ്രാർത്ഥനയിലേക്കൊന്ന് മടങ്ങി വരണം, എനിക്ക് ആരാധനയിലേക്കൊന്ന് മടങ്ങി വരണം, എനിക്ക് ആത്മീയ സന്തോഷത്തിലേക്കൊന്ന് മടങ്ങി വരണം, എനിക്ക് ദൈവ രാജ്യത്തിന് വേണ്ടി ഒന്ന് ശക്തിയോടെ നിൽക്കത്തക്ക നിലകളിൽ എൻ്റെ ആത്മീയ ജീവിതം ഒന്ന് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി ഹൃദയം തുറന്ന് മലിനതകളെ നീക്കിയിട്ട് ആഴമായിട്ടൊന്ന് അനുദപിക്കുവാൻ, നമ്മുടെ ഇന്നലകളിലെ പരാജയങ്ങൾ അതിന്റെ കാരണം എന്താണ്, അത് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുക. ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെങ്കിൽ ആമേൻ നമ്മളോട് ക്ഷമിക്കുക. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, മതിയായവനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. എത്ര ഹൃദയങ്ങൾ തകരുന്നു, എത്ര ഹൃദയങ്ങളിൽ കണ്ണുനീരുണ്ടാകുന്നു, എത്ര പേര് ദൈവത്തോട് അടുത്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, പരാജയങ്ങൾ ഉണ്ടെന്നാൽ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവത്തെ മറന്നത് കൊണ്ട്, ദൈവത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് യാത്ര ചെയ്തത് കൊണ്ട്, ഞങ്ങൾ ലോകത്തിലേക്ക് കടന്നുപോയത് കൊണ്ട്, എന്നാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് അനുദപിക്കുവാൻ, കരയുവാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടവരുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ സാന്നിധ്യം ഇറങ്ങി വന്ന് ആമേൻ ഇന്ന് പകൽക്കാലം ഉറപ്പിക്കും, ശക്തീകരിക്കും, ബലപ്പെടുത്തും. ആമേൻ. സന്തോഷം നൽകും, വിടുതൽ നൽകും. ഹല്ലേലൂയ. പ്രത്യാശയിൽ നിറയ്ക്കുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. ഹൃദയം തുറന്നു കൊടുത്തിട്ട് മലിനതയെ നീക്കി കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ട് ഹല്ലേലൂയ. അതിന്റെ ആമേ 10ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നമ്മളെ വിട്ടുമാറേണ്ടതിന് ആമേൻ അവനോട് ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജനത്തോട് പറയുക, ഞാൻ ദൈവത്തോടൊരു നിയമം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിയമം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു, ഞാനൊന്ന് യഥാസ്ഥാനപ്പെടുവാൻ ആഗ്രഹിക്കുകയാ. ഇന്നലകളിൽ ഉണ്ടായിരുന്ന ആ സന്തോഷത്തിലേക്കൊന്ന് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഈ വചനം കേട്ടിട്ട് വൃഥാ ചിന്തിച്ച് മടങ്ങി പോകരുത്. ഇത് ശക്തമായ ദൈവത്തിന്റെ ഒരു ആലോചനയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റീബാന ശംദന രാജക ശൗഡബനഗദന ജാരസിയാദന. ഇത് ശക്തമായ ഹൃദയങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ. ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യണ്ട, ദൈവത്തോടൊരു സഖ്യത ചെയ്യണ്ട, ഒരു യഥാസ്ഥാപന സംഭവിക്കേണ്ട സമയം ആമേൻ ഹല്ലേലൂയ അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. റീബാന ശംദന രാജസിയാദന. ഒരേ ഹസ്കിയാവെങ്കിലും ഇതിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഹല്ലേലൂയ ആമേൻ ജനത്തെ കൂട്ടി വരുത്തി ഞങ്ങൾക്ക് ഒരു മടങ്ങി വരവ് സാധ്യമാകണം. ഹല്ലേലൂയ. ആമേൻ. ജനത്തിന്റെ നടുവിൽ ഒരു ഹാസ്യ വിഷയമായി തീരാതെ, ഹല്ലേലൂയ, ഒരു പരിഹാസ വിഷയമായി തീരാതെ, ആമേൻ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് യഥാസ്ഥാനപ്പെടണം. ഞങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഒന്ന് യഥാസ്ഥാനപ്പെടണം. ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടെ മലിനതകളെ നീക്കിക്കളഞ്ഞ് എൻ്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ, എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. റീബാന ശബനാദന ശംദന രാജസിയാദ. 8 ദിവസം ആമേൻ ലേവി പുരോഹിതന്മാർ ആലയത്തിനകത്ത് ചുറ്റി നടന്ന് മലിനതകൾ ഓരോന്നായിട്ട് നീക്കി അതെല്ലാം എടുത്ത് കിദ്രോൻ തോട്ടിക്കൊണ്ട് ഇട്ടു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ആമേ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന 20 മുതലുള്ള വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. യെഹസ്കിയാ രാജാവ് ആമേ കാലത്തെ തന്നെ എഴുന്നേറ്റ് നഗരാധിപതികളെ കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. അവർ രാജത്വത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹൂദയ്ക്കും വേണ്ടി ആമേ പ്രൈസ് ദി ലോർഡ്. അവിടെ ആമേ ചില മൃഗങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുക, യാഗത്തെ കുറിച്ച് എഴുതിയിരിക്കുക,
ഹോമയാഗം കഴിച്ചുകൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാ. പ്രൈസലോ, ഹല്ലേലൂയ. ദൈവമക്കളെ, അതരാർപ്പണമെന്ന സ്തോത്രയാഗം, ഹല്ലേലൂയ, ഇടവിടാതെ അർപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ പ്രാണനെ വെച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ സന്തോഷിക്കും. ആമേ, സുവിശേഷത്തിലൂടെ ആത്മാക്കളെ ആമേ ദൈവത്തിന് പ്രസാദമായ ഒരു യാഗമായിട്ട് പ്രസന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇതിന്റെ നടുവെ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം പ്രസാദിക്കുന്ന യാഗം എന്താണ്? ഹല്ലേലൂയ. നമ്മൾ കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നുമല്ല, മറിച്ച് അതരാർപ്പണമെന്ന സ്തോത്രയാഗം. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നടന്നു പോകുമ്പോഴും അതിന്റെ കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്കാണെങ്കിൽ, ഹല്ലേലൂയ, നന്ദിയുള്ള ഹൃദയത്തോടെ, സന്തോഷമുള്ള ഹൃദയത്തോടെ ആ കഷ്ടതയെ ഞാൻ സഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു യാഗമായിട്ട് ദൈവം സ്വീകരിക്കുകയാ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്ക് വരികയല്ല, നമ്മൾ കടന്നു വരുമ്പോ ആമേ സുവിശേഷം പറഞ്ഞ ഒരു ആത്മാവിനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നാൽ അത് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു യാഗമാണ്. ദൈവത്തിന് പ്രസാദകരമായ സുഗ്രാഗ്യ യാഗമായി അതിനെ സ്വീകരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുമ്പോ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധന അർപ്പിക്കേണ്ടവരാ, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുവെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താ ഈ ശരീരം കൊണ്ട് ആരാധിക്കണം എന്ന് പറയുന്നത്? ഒച്ചയിൽ പാടണമെന്നാണോ? ഹല്ലേലൂയ. ആമേ, കൈകൊട്ടി ആരാധിക്കണമെന്നാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ശരീരം കൊണ്ട് ആരാധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാക്യത്തിന്റെ പശ്ചാത്തലം നോക്കണം. ഹല്ലേലൂയ. ശരീരത്തോട് ചെയ്യുന്ന ഒരു പാപത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരായി, ശുദ്ധീകരണമുള്ളവരായി, വിശുദ്ധിയോടെ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേൻ. നമ്മൾ സ്തോത്രം എന്ന് പറയുമ്പോ, ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോ, ഹല്ലേലൂയ, എൻ്റെ ദൈവം എൻ്റെ കരത്തിൽ നോക്കുകയാ. ഈ കരത്തിനകത്ത് എന്തെങ്കിലും രക്തക്കറകളുണ്ടോ? ഹല്ലേലൂയ. എൻ്റെ സഹോദരനെതിരെ പ്രവർത്തിച്ച രക്തക്കറയുണ്ടോ? എൻ്റെ അധരങ്ങളിലേക്ക് നോക്കുകയാ, എൻ്റെ നടപ്പിലേക്ക്, ജീവിതത്തിലേക്ക് നോക്കുകയാ. ഇന്ന് പകൽക്കാല ശുദ്ധീകരണത്തോടെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നന്ദി യേശുവേ എന്ന് പറയുമ്പോ, ഹല്ലേലൂയ, ആ ആരാധന സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ ദൈവമക്കളെ, ഇതിനകത്തു നിന്ന് മലിനതകൾ നീക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സന്നിധി കുറവുകൾ ഏറ്റുപറയാ. നമ്മൾ ദൈവവുമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടന്നു വരട്ടെ. മലിനതകൾ നീക്കിയിട്ടാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. മലിനതകൾ നീക്കിയിട്ടാണ് ആരാധന. മലിനതകൾ നീക്കിയിട്ടാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്. റീബാന ശംദന രാജക സൗഡവനഗദന ജാലസിയാദന. ഇന്ന് പകൽക്കാലം മലിനതകളെ നീക്കിയിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക. ദൈവമക്കളെ, നമ്മൾ ഇടവരുന്നുവെങ്കിൽ നമ്മുടെ മധ്യത്തിൽ ദൈവ പ്രവൃത്തി സംഭവിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 29:26 തൊട്ടൊന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലേവ്യർ യെസ്, കൽപ്പിച്ചു. യെസ്. അടുത്ത വാക്യം കൂടെ. യെസ്. ആമേൻ. ആമേൻ. ഹോമയാഗം. പ്രൈസ് ദി ലോർഡ്. അവിടെ കഴിക്കുവാൻ ആഹ്വാനം കൊടുക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേ. പ്രൈസ് ദി ലോർഡ്. ആമേ. പിന്നെ യഹസ്കിയാവ് യാഗപീഠത്തിന്മേൽ ഹോമയാഗം കഴിക്കാൻ കൽപ്പിക്കുകയാ. ഹോമയാഗം തുടങ്ങിയപ്പോൾ തന്നെ അവര് കാഹളങ്ങളോടെ, ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ വാദ്യങ്ങളോടെ യഹോവയ്ക്ക് പാട്ടുപാടുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം
നമ്മുടെ മധ്യത്തെങ്കിൽ ഒരു പുതിയ പാട്ട് പാടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ പാട്ട് എങ്ങനെയുള്ള പാട്ടാണ്? പ്രൈസലോ, പുതുതായി എഴുതി ചിട്ടപ്പെടുത്തി ട്യൂൺ ചെയ്ത ഒരു പാട്ടാണോ? അല്ല. പ്രൈസലോ, ആ പാട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തോടുകൂടി, ഹല്ലേലൂയ, ആമേൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു പാട്ട്. ഹല്ലേലൂയ. അവിടെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരൊരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ജനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിലമ്പാട് വീണ് ആരാധിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ പാട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ആരാധന നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഹല്ലേലൂയ, യാഗപീഠം ഒന്ന് പുനഃസ്ഥാപിച്ചുകൊണ്ട് അതിന്റെ അറ്റകുറ്റങ്ങൾ ഒന്ന് തീർത്തുകൊണ്ട് ഇന്ന് പകൽക്കാല നമ്മളെ തന്നെ ജീവനുള്ള ദേഹിയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിക്കുക. ദൈവമക്കളെ, നമ്മൾ ഇടവരുന്നുവെങ്കിൽ അവിടെ പാട്ടുണ്ട്, അവിടെ സ്തോത്രമുണ്ട്, അവിടെ സ്തുതിയുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ദൈവത്തിന്റെ മഹത്വമുണ്ട്. പ്രൈസലോ, എത്ര പേരിന്ന് പകൽക്കാലം ആ പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. റീബാന ശഗബന ഗദലക ഝാരസിയാദല. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന പാട്ട്, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന, ഹല്ലേലൂയ, നമ്മളിൽ നിന്ന് വെളിപ്പെടുവാ ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്തുണ്ട് ദൈവമക്കളെ? അവിടെ വലിയ പാട്ടിന്റെ അനുഭവമാണ്. പ്രൈസലോ, ആമേൻ. പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. 35-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹോമയാഗങ്ങൾ, സമാധാന യാഗങ്ങൾക്കുള്ള മേധസ്സിനോട് ഹോമയാഗങ്ങൾക്കുള്ള പാനീയ യാഗങ്ങളോടുകൂടി അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന എന്ത് ചെയ്തു? യഥാസ്ഥാനത്താക്കി. ഹല്ലേലൂയ. എന്ത് ചെയ്തു ദൈവമക്കളെ? യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനപ്പെടുത്തി. പ്രൈസലോ. അപ്പൊ നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആരാധന ഒന്ന് യഥാസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. ആരാധന ഒന്ന് യഥാസ്ഥാനപ്പെടണം. നമ്മുടെ പ്രാർത്ഥന ഒന്ന് യഥാസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ, നമ്മുടെ ഹൃദയത്തെ ദൈവഹിതത്തിലേക്ക്, വചനത്തിലേക്ക് തുറന്നു കൊടുക്കാതെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ മലിനതയെ നീക്കിക്കളയാതെ, ശുദ്ധീകരണത്തിലേക്ക് അടുത്തു വരാതെ, ഹല്ലേലൂയ, നമ്മുടെ ആരാധനയും പാട്ടുമൊന്നും ദൈവം സ്വീകരിക്കത്തില്ല. നമ്മുടെ ആരാധനയും പാട്ടൊക്കെ ദൈവം സ്വീകരിക്കണമെങ്കിൽ ആരാധന യഥാസ്ഥാനപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവമക്കളെ നമുക്ക് ഒരുമിച്ചൊന്ന് കടന്നു വരണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ആമേൻ, ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട്, ആലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവര് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുകയോ, സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. 30-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ, ആമേൻ, ഹല്ലേലൂയ, യെഹെസ്കേൽ രാജാവ് ജനത്തെ മുഴുവൻ വിളിക്കുക. പ്രൈസലോ. ഹല്ലേലൂയ. അങ്ങനെ മുഴുവൻ വിളിക്കുമ്പോൾ, പ്രൈസലോ, ഹല്ലേലൂയ, ഒരു ഇൻവിറ്റേഷൻ അവർക്ക് കൊടുക്കുകയാണ്. പ്രൈസലോ. എല്ലാവരും പറഞ്ഞു. പ്രൈസലോ. എല്ലാവരും വന്ന് എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിന് ആരാധന അർപ്പിക്കണം. അപ്പോൾ ചിലര് കഠിന ഹൃദയമുള്ളവരുണ്ട്. പ്രൈസലോ. കഠിന ഹൃദയമുള്ളവരുണ്ട്. അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നല്ല മനസ്സോടെ വരാൻ താല്പര്യപ്പെട്ടവരുണ്ട്. പ്രൈസലോ. ആമേ. കഠിന ഹൃദയം ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി തടയപ്പെട്ടോ? ഇല്ല. പ്രൈസലോ. ആ അധ്യായം വായിക്കണം. പ്രൈസലോ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി തടസ്സപ്പെട്ടില്ല. പ്രൈസലോ. ചിലരൊക്കെ ദൈവത്തിന് ആരാധന അർപ്പിക്കണമെന്നുള്ള മനോഭാവത്തോടെ വന്നു, എന്നാൽ ശുദ്ധീകരിക്കാതെ വന്നു. പ്രൈസലോ. എന്നാൽ സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? അവരുടെ മനസ്സിനെ നോക്കി. ഹല്ലേലൂയ. അവരുടെ മനസ്സിൽ ആരാധിക്കണമെന്ന് താല്പര്യമുണ്ട്. ശുദ്ധീകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം, ആമേ, പ്രൈസലോ, പുരോഹിതന്മാർ കുറവാ. പ്രൈസലോ. ആമേൻ. ഇവരെ പുരോഹിതന്മാരെല്ലാം ശുദ്ധീകരിച്ച് വന്നപ്പോഴത്തേന് ഇത്രയും ജനത്തെ ശുദ്ധീകരിക്കാനുള്ള സൗകര്യമില്ല. പ്രൈസലോ. അതിനുള്ള സാഹചര്യമില്ല. പ്രൈസലോ. ആമേ. വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ശുദ്ധീകരിക്കപ്പെടാതെയും ചിലത് വന്നു. പ്രൈസലോ. പക്ഷെ അവരുടെ ഹൃദയം നോക്കിയപ്പോ ദൈവത്തിന് ആരാധന കൊടുക്കണമെന്നുള്ള മനസ്സുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിനെ അംഗീകരിച്ച് ദൈവം അവരെ പ്രസാദിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേ. 30-20 എഴുതിയിരിക്കുന്നു. പ്രൈസലോ. യഹോവ യെഹെസ്കേലിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. അതിന് തൊട്ടുമുള്ള വാക്യത്തിൽ ഞാൻ പറഞ്ഞ ഭാഗമുണ്ട്. പ്രൈസലോ. യഹോവ യെഹെസ്കേലിന്റെ പ്രാർത്ഥന കേട്ട് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്ത് ചെയ്യുക? ജനത്തെ സൗഖ്യമാക്കുവാൻ ഇടവന്നു. പ്രൈസലോ. ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഉണർവ് അവരിൽ വ്യക്തിപരമായി ഉണ്ടായപ്പോ, ഹല്ലേലൂയ, ഇവര്
തമ്മിൽ വലിയൊരു ഐക്യത ഉണ്ടാകുക. 30-12 യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കഠിന ഹൃദയമുള്ളവരുണ്ട്, നല്ല മനസ്സുള്ളവരുണ്ട്. എന്നാൽ ദൈവത്തിന് തന്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. അതിനു വേണ്ടി ദൈവത്തിന്റെ കരം വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം വ്യാപരിച്ചപ്പോ ഐക്യത ഉണ്ടാകുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരം വ്യാപരിച്ചപ്പോ ജനം സൗഖ്യമാകുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം വ്യാപരിച്ചപ്പോ അവർക്ക് വലിയ സന്തോഷം ഉണ്ടായി. 26 പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യെരൂശലേമിൽ മഹാസന്തോഷം ഉണ്ടായി. ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുവരെ യെരൂശലേമിൽ സംഭവിച്ചിട്ടില്ലാത്ത സന്തോഷം. ഹല്ലേലൂയ. ആമേൻ. വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാ. ദൈവമക്കളെ, നമ്മുടെ മധ്യത്തിൽ ഒരു പുതിയ പാട്ട് പാടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മധ്യത്തിങ്കൽ ഐക്യത വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിങ്കൽ സൗഖ്യം വ്യാപരിക്കണം. നമ്മുടെ മധ്യത്തിങ്കൽ ഒരു വലിയ സന്തോഷം വെളിപ്പെടണം. ഹല്ലേലൂയ. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അതിനു വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ കവാടം ദൈവസന്നിധി തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ദൈവമക്കള് സമർപ്പിക്കുന്നുവോ? അതിനുശേഷം അശ്ശൂർ രാജാവായ സൻഹരിബ് യുദ്ധത്തിന് വേണ്ടി കടന്നു വരികയാണ്. എന്നാൽ ഉണർത്തപ്പെട്ട ഐക്യതയോടെ സന്തോഷത്തോടെ ദൈവത്തിന്റെ ആരാധന അർപ്പിക്കുന്ന ആ ജനത്തെ പരാജയപ്പെടുത്താൻ സൻഹരിബിന് കഴിഞ്ഞില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു നിർത്തിട്ട ദൈവമക്കളെ, ആത്മീയ പോരാട്ടത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ റീവാന ശംദുന രാജകസിയാദര യഥാർത്ഥത്തിൽ ഹൃദയ കവാടം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ട് മലിനതകളെ നീക്കി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ പരാജയപ്പെടുത്തുവാൻ ഒരു സൻഹരിബിനും കഴിയത്തില്ല. സ്തോത്രം. May praise the Lord. Hallelujah. Chibana Shamdana Raja. Amara Shamduna Rajasi. മോർദെഖായിക്കെതിരെ ഹാമാൻ നിൽക്കുമ്പോൾ ഹാമാന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒരു കഴുകുമരം ഉണ്ടാക്കുക, അവനെ അങ്ങ് തൂക്കിക്കള. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നിന്റെ മനസ്സിനൊരു ശാന്തി കിട്ടും. അടുത്ത അധ്യായം തിരിച്ചു വരുമ്പോ ഇതേ ഭാര്യ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനൊരു യഹൂദ പുരുഷനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. അവൻ യഹൂദ പുരുഷൻ എന്നുള്ളതല്ല, അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, അവൻ ഉപവസിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, അവൻ സത്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശംധലബലബലബ ശൗഡബലഗദലഗജാര അത്തുനാ റബദലഗദലഗ ജീവലബലബലബലബല റീബാന ശംദനരാജ ശൗഡബലഗദലജാര അംദുനാ രഗദലഗദലഗ ജീവനഗദലഗജാരസിയാദന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളൊരു പരസ്യ കോലമാകുവാൻ ശത്രു ആഗ്രഹിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉണർവ് സംഭവിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും മഹത്വം കൊടുക്കുകയാണെങ്കിൽ ഏത് ശത്രു നമ്മളെ പരിഹാസ വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതേ ശത്രുവിന്റെ നടുവിൽ നമുക്കൊരു ജയം തരുവാൻ, ഹല്ലേലൂയ, നമുക്കൊരു വിടുതൽ തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.